ഹായ് ഗായ്സ്. അപ്പോൾ ലീവിന് ശേഷം ഞാൻ തിരിച്ച് മുംബൈയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നാളെ ആയിരിക്കും എത്തുന്നത്. നാളെ വൈകുന്നേരം അടുപ്പിച്ചെത്തും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വിഷമേ ഉള്ളൂ. ഹായ് ഗായ്സ്. അപ്പോൾ 32 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം റൂമിലെത്തി. എനിക്ക് ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും അതിനുള്ള ആരോഗ്യമില്ലായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും കഴിക്കണം. മെസ്സ് തുറന്നിട്ടുണ്ട്, മെസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ വരവ് കുറച്ച് ആൾക്കാരെ അറിയിക്കാനുണ്ട്, അപ്പോൾ അവരെയൊക്കെ പോയി സംസാരിക്കണം. എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ പെട്ടിരിക്കുകയാണ് ഗൈസ്, കാരണം എൻ്റെ പെട്ടിയിലെ ലോക്ക് നമ്പർ ഞാൻ മറന്നുപോയി. അതിനി എന്ത് ചെയ്യാം? എൻ്റെ ഡ്രസ്സും എല്ലാം അതിനകത്താണ്. ഇനി അതിനി എന്ത് ചെയ്യും എന്നറിയില്ല. നമുക്ക് നോക്കാം. അതെന്തെങ്കിലും ചെയ്ത് കുത്തി തുറന്നാലേ എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഡ്രസ്സൊക്കെ അതിനകത്താണ്. അപ്പോൾ അത് ഇനി നോക്കണം. അപ്പോൾ മുംബൈ നഗരത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഫ്രണ്ട്സിനെയൊക്കെ തപ്പിപ്പോയി, പക്ഷെ അവരെല്ലാവരും പുറത്താണ്. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പുറത്തു പോയി എന്നാണ് പറഞ്ഞത്. അല്ല, ഈ സമയം അവരങ്ങനെ പോകാറുണ്ട്, കാരണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം, അപ്പം പുറത്തു പോകാറുള്ളല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്ക് തുറക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയില്ല, കാരണം ഈ ഡ്രസ്സ് ഒന്ന് മാറ്റി കുളിക്കണമെങ്കിൽ പോലും ഈ ലോക്കൊന്ന് തുറന്ന് കിട്ടിയാലേ പറ്റൂ. ഏത് നമ്പറാണ് വെച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഞാൻ 2 നമ്പർ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു, പക്ഷെ അത് 2 അടിച്ചിട്ടും വരുന്നില്ല. ഇത് തുറക്കാതെ ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾക്കും ഒരു പാഠമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ട്, ലോക്ക് ഇട്ട് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും നിങ്ങൾ സേവ് ചെയ്തില്ല നമ്പർ, ഇല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഇരിക്കും. ഇനി ഞാൻ ഈ കുളിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് ഒറ്റയ്ക്കിരുന്നത് എല്ലാ നമ്പരും, ഇനി ഈ 3 അക്ക നമ്പറുണ്ട്, അതിലെല്ലാം ഇനി ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി നോക്കി എപ്പോൾ കറക്റ്റ് വരുന്നോ അപ്പോഴേ ഇത് തുറക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വന്നില്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് തല്ലിപ്പൊട്ടിച്ച് തുറക്കും ഗൈസ്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ പെട്ടി തുറന്നിരിക്കുകയാണ്. അയ്യോ, ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, ഓക്കെ, ഒരു രക്ഷയില്ല, ഇനി കുത്തി തുറക്കേണ്ടി വരും എന്തായാലും ലാസ്റ്റ് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്ന നമ്പർ ഞാൻ കൊടുത്ത നമ്പരേ അല്ല. ഇതെങ്ങനെ ഈ നമ്പർ വന്നു എന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഞാനങ്ങ് അടച്ച് ലോക്ക് ചെയ്തിട്ട് അതങ്ങ് സ്ക്രോൾ ചെയ്ത് മാറ്റി. ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഏത് നമ്പരാണ് അതിലുണ്ടായിരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും 1.5 പണിയായിപ്പോയി. ഞാൻ അരമണിക്കൂർ ഇത് കുത്തിയിരുന്ന് നോക്കുന്നു. ഞാൻ ഓരോ നമ്പർ മാറ്റി ലാസ്റ്റ് തുറന്നു ഗൈസ്. അയ്യോ, ഇനി വേണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. പെട്ടിക്കകത്താണ് എല്ലാ സാധനങ്ങളും. അപ്പം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാം ഗൈസ്. അപ്പോൾ ഗൈസ് കുളിച്ചിട്ട് വന്നു, മേലെ എഴുതിയിട്ട് വന്നു. അപ്പോൾ 32 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ട്രെയിനിലിരുന്നത്. അപ്പം ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ 32 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ട്രെയിനിലിരുന്നാൽ ഭയങ്കര മുഷിപ്പായിരിക്കില്ലേ എന്ന്. എനിക്ക് പക്ഷേ അത് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഓക്കെയാണ്. പിന്നെ കൂടെ വരാനായിട്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല. എൻ്റെ സീനിയർ ഒരാളുണ്ടായിരുന്നു, പക്ഷെ പാസ് ഔട്ടായി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വരും പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല.
പിന്നെ എല്ലാവരും ചോദിക്കുന്നത് സേഫ്റ്റി സൈഡാണ്. സേഫ്റ്റി സൈഡ് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക, പിന്നെ ബാക്കിയൊക്കെ വരണടുത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഫുഡ് ട്രെയിനിൽ ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ വന്ന സമയത്ത് അമ്മ ഉച്ചയ്ക്കത്തേക്കുള്ളതും രാത്രിയിലത്തേക്കുള്ളതും അമ്മ തന്നു വിട്ടു ഇന്നലെ. പിന്നെ ഇന്ന് ഞാൻ പഴവും ബിസ്ക്കറ്റും സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ വന്നു. ഇനിയിപ്പോൾ രാത്രി മെസ്സിൽ നിന്ന് കഴിക്കും. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടായിരിക്കും എൻ്റെ ചെടിക്കുട്ടന്മാർ ഭയങ്കരമായിട്ട് തളർന്ന് കിടപ്പുണ്ട്. ഞാൻ പോയതിന് ശേഷം പിന്നെ അവർക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇതൊന്നും ഞാൻ വാങ്ങിയ ചെടികളല്ല കേട്ടോ. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന ചെടികളാണ്. ഇവിടെ അങ്ങനെ ചെടിയൊന്നും എടുക്കുന്നതിനൊന്നും ആരൊന്നും പറയത്തില്ല. കുറേയൊക്കെ വാർഡൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട്. ഇതാണ് എൻ്റെ ചെറിയ ഒരു ചെടി കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്. മുംബൈയിലേക്ക് വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനും കാണിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോസ്റ്റൽ കാണണം, റൂം കാണണം, ഡിപ്പാർട്ട്മെൻറ്റ് കാണണം, യൂണിവേഴ്സിറ്റി കാണണം. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.